ശ്വാസമുട്ടൽ കൂടിയ ദേവുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പെരുമഴയത്ത് പെട്ടുപോയ അവസ്ഥയാണ് നിങ്ങളെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ദേവുട്ടി പ്രഗ്നന്റ് ആണല്ലോ. ദേവുട്ടിയെ ഞങ്ങൾ കാണിക്കുന്നത് ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിലാണ്. രാത്രി 7 മണിയൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഓട്ടോയിലും ബൈക്കിലും ദേവുട്ടി ഒന്ന് ലോങ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സിന് ചങ്ങനാശ്ശേരിയിലോട്ട് ദേവുട്ടിയെ ഞാൻ കയറ്റി വിട്ടു. ബസ്സിന്റെ പുറകെ ഞാൻ ബൈക്കിനും വന്നു. ചങ്ങനാശ്ശേരി NSS കോളേജിന്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ മഴ തകർത്ത് പെയ്യാൻ തുടങ്ങി ഗൈസ്. ദേവുട്ടിയാണെങ്കിൽ KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങി. ഞാനാണ് NSS കോളേജിനോട് പെട്ടുപോയി. ശ്വാസമുട്ടലും കൂടെ ആയതുകൊണ്ട് ദേവുട്ടിയുടെ കൂടെ ഞാനില്ലാത്തത് മഴയുടെ തണുപ്പും കൂടെ കൂടിയപ്പോൾ ദേവുട്ടി എന്നെ കോള് വിളിച്ച് വേഗം വരാൻ പറഞ്ഞു. എന്നാൽ എനിക്ക് നനഞ്ഞു പോകാനും പറ്റത്തില്ല. കാരണം ഞാൻ നനഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ നിന്നും നമുക്ക് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാണ്. എൻ്റെ അടുത്ത് ബൈക്കിലാണ് ദേവുട്ടിയെ കൊണ്ടുപോകേണ്ടത്. ദേവുട്ടി എൻ്റെ അടുത്ത് ചേർന്നിരുന്നാൽ തണുപ്പ് കൂടും, ശ്വാസമുട്ടൽ വീണ്ടും കൂടും. അതുകൊണ്ട് മഴ തോരാൻ വേണ്ടി ഞാൻ നിന്നു. അങ്ങനെ തോർന്നപ്പോൾ ഞാൻ നേരെ നമ്മുടെ താൽക്കാലിക KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്നു. ദേവുട്ടി അവിടെ ഇരിപ്പുണ്ട്. അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ കണ്ണൂർ സൂപ്പർ ഫാസ്റ്റ് ബസ് വന്ന് കിടക്കുന്നുണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നപ്പോൾ എനിക്ക് ബസ്സിലങ്ങ് കയറി പോകാൻ തോന്നി. കാരണം ഈ ഒരു മഴയത്ത് ലോങ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയല്ലേ. അങ്ങനെ ദേവുട്ടി അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ നോക്കി ഈ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് വശം നിങ്ങൾ നോക്കിയേ, താൽക്കാലികമായിട്ടുണ്ടാക്കിയ ഷെഡാണ്. എന്നിരുന്നാലും ഈ കാടൊക്കെ പറിച്ചു കളയേണ്ടത് KSRTCയുടെ ഉത്തരവാദിത്വമല്ലേ. പകലത്തെ കാര്യം പോട്ടെ, രാത്രിയൊക്കെ ഏതെങ്കിലും ഇഴജന്തുക്കൾ വന്ന് നമ്മൾ മുമ്പോട്ട് നോക്കിയിരിക്കുമ്പോൾ കാലിലോ കയ്യിലോ ഒന്ന് കടിച്ചാലോ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർ സേഫായിട്ട് ഇവിടെ ഇരിക്കണം കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് നമുക്ക് ആവശ്യമാണ്, പണി വേണം, പക്ഷേ പോച്ച പറിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അങ്ങനെ നമ്മൾ മഴ തീർന്നപ്പോൾ ഹോസ്പിറ്റലിൽ വന്നു ഗൈ. നമ്മളവിടെ വന്നു, ചീട്ടൊക്കെ എടുത്തു. ഇനി ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ സമയത്താണ് ഞാനൊരു കാറിൻ്റെ അത്യാവശ്യം മനസ്സിലാക്കിയത്. നമുക്ക് ബൈക്ക് വേണം, ബൈക്ക് ഉണ്ട്, നമുക്ക് ബൈക്കാണ് ഇത്ര നാൾ നമ്മൾ നടത്തിയത്. പക്ഷേ ഒരു കാർ അത്യാവശ്യമാണ്. ഇടിമിന്നലും മഴയും കാറ്റും ഒക്കെ വരുമ്പോഴും ലോങ് ഒക്കെ ലേഡീസുമായിട്ടും അമ്മമാരും പെങ്ങന്മാരുമായിട്ടൊക്കെ പോകുമ്പോൾ ഒരു കാർ ഉള്ളത് ഏറ്റവും നല്ലതാണ് കേട്ടോ. യൂട്യൂബർ സഞ്ജു ടെക്കി പണ്ട് പറഞ്ഞതുപോലെ ഞാനും എടുക്കൂടെ കാർ എന്ന് ഞാനും അങ്ങ് പറയുവാണ് ഗൈസ്. അങ്ങനെ നമുക്ക് 2026 അവസാനിക്കുന്നതിന് മുമ്പേ ഒരു 4 വീലർ എടുത്തിരിക്കണം. 4 വീലർ എടുത്തിരിക്കണം ഗൈസ്. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൻ്റെ പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ ഇനി ഇവിടുന്ന് ഒരു ചായ കുടിക്കണം. ഹോസ്പിറ്റലിൻ്റെ പുറത്ത് അവിടെ ഒരു കഫേ ഉണ്ട്. കഫേ കയറി ചായ കുടിക്കണം. ചായ അല്ല, കോഫിയാണ് ഞങ്ങൾ പറയാൻ പോന്നെ. ദേവുട്ടി സത്യം പറഞ്ഞാൽ ചായ കൂടി കുറവാണ്. പ്രത്യേകിച്ച് മിഷൻ ചായ അവൾ കുടിക്കത്തില്ല. എനിക്കാണെങ്കിൽ വീട്ടിൽ ഇടുന്ന ചായക്കാട്ട് ഇഷ്ടം മിഷൻ കോഫിയാണ്. മിഷൻ കോഫി പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ ഗൈസ്. അങ്ങനെ ദേവുട്ടിക്ക് എനിക്ക് 2 കോഫി വാങ്ങിച്ചു ഗൈസ്. ദേവുട്ടി ഞാൻ കുടിച്ചു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, തണുപ്പും ശ്വാസമുട്ടലും ആണല്ലോ. അപ്പോൾ ഈ തണുപ്പത്ത് ചെറിയ രീതിയിൽ ചൂട് ചെല്ലുമ്പോൾ ആശ്വാസമാണല്ലോ. അതുകൊണ്ട് കഷ്ടി മുഴുവൻ ഞാൻ കുടിച്ചു. ഞാൻ ഈ പറയുന്നതൊക്കെ ഇടയ്ക്ക് തെറ്റുന്നുണ്ട് ഗൈസ്, നിങ്ങളൊക്കെ ക്ഷമിക്കണം കേട്ടോ. ഈ റെക്കോർഡിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അത് ബാസ്കറ്റ് ബില്ലിലാണ് ഞാൻ അത് താഴെ പോയി ഗൈസ്. ഇതിനൊന്നും ഒരു അനുസരണം ഇല്ലല്ലോ. അങ്ങനെ അത് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. ഇനി മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് വരുന്നത്. കക്ഷി പറയുന്നത് കക്ഷയെ ബസ്സിന് കയറിയിടുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, ഞാൻ കൂടെ ഇല്ലാത്തത്. പക്ഷെ അങ്ങനെ വിട്ടേ പറ്റത്തുള്ളൂ ഗൈസ്. കാരണം ബൈക്കിൽ രാത്രി പോകുന്ന റിസ്ക് ആണ്. ഞങ്ങൾ ഇത്ര നാളും ഞങ്ങളെ നടത്തിയത് ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ ബൈക്ക് തന്നെയാണ്. ഇതുവരെ ദൈവം ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ പാറേപ്പള്ളി കയറി ഞങ്ങൾ ചെറിയൊരു പൈസ കിട്ടിയതിന് ശേഷം പ്രാർത്ഥിച്ച് ദേവുട്ടി അവിടെ മുടക്കാതെ അവിടെ ഇതുവഴി വരും പ്രാർത്ഥിക്കാനാണ്. സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. മാതാവിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് വരുമ്പോഴത്തേന് പാറേപ്പള്ളി പുറകിൽ നല്ല അടിപൊളിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തെ. കാരണം നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ ഒരു സൗന്ദര്യം, ചങ്ങനാശ്ശേരിയുടെ ഒരു മുഖം തന്നെയാണ് ഈ ഒരു പാറേപ്പള്ളി. ചങ്ങനാശ്ശേരിക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പാറേപ്പള്ളി എന്നൊന്ന് കമന്റ് ഇട്ടേക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അവിടെ 24 മണിക്കൂറുള്ള പച്ചക്കറി കടയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഇതുവഴി എപ്പം പോലും ഈ കട ഓപ്പൺ ആണ്. അവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് എടുക്കണമായിരുന്നു. കൂട്ടത്തിൽ ഞങ്ങൾ ഒരു പൊട്ടറ്റോ ബിസ്ക്കറ്റ് എടുത്ത് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ബൈക്കിൽ ഇരുന്ന് കഴിച്ച് വന്നേ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. കിടിലം നല്ല ട്രാവലിംഗ് ആൻഡ് ഫുഡ് വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ എല്ലാവർക്കും ബൈ ഗൈസ്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് ഞാൻ അടുത്തടുത്ത വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ കാണാം. ബൈ.